അടിപൊളി ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. എന്നതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത് മൂന്നും കൂടെ ചതച്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ടേക്ക് കുറച്ച് മുളക്, ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ഇട്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അധികം കരിയാൻ നിൽക്കരുത് കേട്ടോ. അതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വറ്റൽമുളക് ചതച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ കോവയ്ക്ക നീളത്തിലരിഞ്ഞതാണ് ഇടുന്നത് കേട്ടോ. കോവയ്ക്ക നീളത്തിലരിഞ്ഞത് ഇടുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മിനിമം കുക്ക് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരണം. കോവയ്ക്ക് ഇച്ചിരി വേവുണ്ട്, അപ്പം നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. എന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഇൻ അനദർ വീഡിയോ.